ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് വന്നിട്ട് സ്വപ്നവലിയുടെ ഫ്ലാറ്റിൽ ചിപ്പി ഉണ്ടോ നോക്കുകയാണ്. അപ്പോൾ ചിപ്പി അവിടെ ഇല്ല. അങ്ങനെ ചിപ്പിന് ഒരുപാട് സ്ഥലത്തൊക്കെ മാഷ് അന്വേഷിച്ചിരുന്നുണ്ടെങ്കിൽ ചിപ്പിനെ കാണുന്നില്ല. അങ്ങനെ സ്വപ്നവലി മഹേഷിനോട് ചോദിക്കുകയാണ്, 100-ൽ 1 101-ലും ഇല്ല, ചിപ്പി എവിടേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ മഞ്ജിമ പറഞ്ഞ് സഹി കേട്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാവും എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ കളിയാക്കുന്നുണ്ട്. ഇതെന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ചിപ്പി മനഃപൂർവ്വമായിട്ട് ഇവിടെ നിന്ന് മാറി നിന്നിട്ടുള്ളതാണ്. അങ്ങനെ മഹേഷും ഇഷിതയും കൂടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. കാറിൽ രണ്ടുപേരും കൂടെ പോയിട്ട് ചിപ്പിനെ എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ചിപ്പിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഒരുപാട് കടകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് ഇഷിത. ഈ ഒരു കുട്ടീനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഒന്നും ചിപ്പീനെ കണ്ടെത്താനായിട്ട് ഇഷിതയ്ക്കോ മഹേഷിനോ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഫ്ലാറ്റിൽ എല്ലാ ഭാഗത്തും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവസാനം ചിപ്പിനെ കണ്ടു കിട്ടുന്നുണ്ട് കേട്ടോ. ചിപ്പി അല്ല ഇഷിത ഉറക്കനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്കും ഡാഡിക്കും തമ്മിൽ ഒരു പിണക്കമില്ല മോള് വായു എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ച് പറയുമ്പോഴായിരിക്കും കേട്ടോ ചിപ്പി ഫ്ലാറ്റിൻ്റെ ഏതോ മൂലയിൽ നിന്ന് ഓടി വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ചിപ്പിക്ക് ഉമ്മ കൊടുത്ത് ആ ഒരു പിണക്കൊക്കെ മറന്ന് തിരികെ സ്വപ്നവലിയുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം ആ കൈലാസാണെന്നുണ്ടെങ്കിൽ ജോർജ് മാത്യുവിനോട് പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കാൻ സഹായിച്ചാൽ സാറ് പ്രതീക്ഷിക്കുന്നതിനും വലുതായിട്ട് ഞാൻ തരുന്നൊക്കെ പറയുമ്പോൾ, നിന്നെ രക്ഷിക്കാനായിട്ട് എനിക്ക് കഴിയില്ല, പക്ഷേ നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, മഹേഷിൻ്റെ ആജന്മ ശത്രുവായിട്ടുള്ള ആകാശാണെന്ന് പറയട്ടോ. അങ്ങനെയാണെന്ന് വെച്ചാൽ ആകാശിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തി ഈ കേസിൽ നിന്ന് എനിക്ക് ഊരാൻ പറ്റണം എന്നൊക്കെ പറയട്ടെ. അങ്ങനെ ആകാശ് കൈലാസിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.